सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 11वीं कक्षा की एक कहानी पढ़ेगी। कहानी का नाम है अपराध। अपराध समकालीन शीर्षस्थ कथाकार उदय प्रकाश जी की एक चर्चित कहानी है। इस कहानी के माध्यम से उदय प्रकाश जी ने दो भाइयों के बीच में हुई एक घटना को आत्मकथात्मक शैली में व्यक्त किया है। आइए दोस्तों, हमको इस कहानी पढ़े। कहानी का नाम है अपराध। मेरा भाई मुझसे 4 साल बड़े थे। मेरा भाई मुझसे 4 साल बड़े थे। आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 4 वर्ष बड़े थे। इस कहानी में लेखक ने आत्मकथात्मक शैली में लिखी है। कहानी की शैली ऐसी है। कहानी आत्मकथात्मक शैली में लिखी है लेखक ने यहाँ। मेरा भाई मुझसे 4 साल बड़े थे। मेरा भाई मुझसे 4 साल बड़े थे। आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 4 वर्ष बड़े थे। मुझे आश्चर्य है कि गांव के सभी लड़के मुझसे 4 वर्ष बड़े थे। मैं इसलिए सबसे छोटा था, इसलिए मैं सब लड़कों से बहुत छोटा था और अकेला था। अकेला शब्द का अर्थ है ओटेके। सब खेलते तो उनके पीछे मैं लग जाता। सब खेलते तो उनके पीछे मैं लग जाता। दोस्तों, मैं इस कहानी के बीच में थोड़ी मलयालम का भी प्रयोग करना चाहता हूँ ताकि सभी दोस्तों को समझ में आएगा। मेरे भाई मुझसे 4 साल बड़े थे। എൻ്റെ സഹോദരൻ മുझसे 4 साल बड़े थे. എന്നെക്കാളും 6 വയസ്സിന് മൂത്തതാണ്. आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 4 वर्ष बड़े थे. എനിക്ക് ആശ്ചര്യമുണ്ട്, എൻ്റെ ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ എന്നെക്കാളും 6 വയസ്സിന് മറ്റ് ആൺകുട്ടികൾ എന്നെക്കാളും 6 വയസ്സിന് മൂത്തതാണെന്ന് ഓർക്കുമ്പോൾ. മെയിം ഇസ്ലിയെ സബ്സെ ചോട്ടാത, അതുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെക്കാളും വളരെ ചെറുതായിരുന്നു. ഒരു അഖേലാത, ഒറ്റയ്ക്കും. കാരണം ഞാൻ അവരുടെ പ്രായത്തിന് ഒപ്പമുള്ളവനല്ലായിരുന്നു, പ്രായം കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് സബ് ഖേൽത്തെ തോ ഉൻകെ പീछे മെയിം ലഗ് ജാത്തെ, എല്ലാവരും കളിക്കുകയാണെങ്കിൽ അവരുടെ പുറകെ ഞാൻ നടക്കുമായിരുന്നു. കാരണം ഞാൻ പ്രായത്തിൽ ചെറിയവനായിരുന്നു. അതുകൊണ്ട് मेरे भाई बचपन से अबहिज थे. എൻ്റെ സഹോദരൻ मेरे भाई बचपन से കുട്ടിക്കാലം മുതൽക്കേ അബഹിജ് വൈകല്യമുള്ളവനായിരുന്നു. ഉൻകെ ഏക് പൈർ കോ പോളിയോ ഹോ ഗയാ താ. ചേട്ടൻ്റെ ഒരു കാലിന് പോളിയോ ബാധിതനായിരുന്നു. ലേക്കിൻ വേ ബഹുത് സുന്ദർ थे. എന്നിരുന്നാലും ചേട്ടൻ വളരെ സുന്ദരനായിരുന്നു. ദേവതാവും കി തരഹ്, ദേവതയെ പോലെ അല്ലെങ്കിൽ ദേവനെ പോലെ സുന്ദരനായിരുന്നു. വേ ആസുപാസ് കെ കൈ ഗാവോമേയും സബ്സെ അച്ഛേ തൈരാക്ക് थे. അത് മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവരെക്കാളും നല്ലതുപോലെ നീന്തൽ വൈദഗ്ധ്യം ഉള്ള ആളായിരുന്നു എൻ്റെ ചേട്ടൻ. और उनको हाथ के पंजों की लड़ाई में कोई नहीं हार सकता था. കൈകൊണ്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഗ്രാമത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല.
ഖൂസെ से नारियल और ईंट तोड़ देते थे. കൈമുഷ്ടി കൊണ്ട് അദ്ദേഹം നാരിയൽ തേങ്ങയും ഈ ഓർ ഈണ്ട് ഇഷ്ടിക തോട് ദേത്തേ ദേ അതിനെല്ലാം അദ്ദേഹം പൊട്ടിക്കുമായിരുന്നു കൈമുഷ്ടി കൊണ്ട്. ജബ്കി മെയിം ദുബല പത്തലാദ, ഞാനാണെങ്കിലോ വളരെ മെലിഞ്ഞവനായിരുന്നു. കംസോ ശക്തിയില്ലാത്തവൻ. ഓർ ചിഡ്ചിഡ, मुझे अपने भाई से ईर्ष्या होती थी क्योंकि उसके बहुत सारे दोस्त थे. എനിക്ക് എൻ്റെ ചേട്ടനോട് ഈർഷ്യ തോന്നിയിരുന്നു. ഈർഷ്യ ദേഷ്യം. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉസ്കെ ബഹുത് സാരെ ദോസ്ത് ദേ, അദ്ദേഹത്തിന് വളരെയധികം കൂട്ടുകാർ ഗ്രാമത്തിലുണ്ടായിരുന്നു. മെയിം സബ്സെ ചോട്ടാ था इसलिए മെയിം ഭായി के लिए एक ഉത്തരദായിത്വ കി തരഹ് ദാ. മെയിം സബ്സെ ചോട്ടാ था, ഞാൻ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് മെയിം ഭായി കേലിയെ, എൻ്റെ ചേട്ടന് ഏക ഉത്തരദായിത്വ കി തരഹ് ദാ, അപ്പോൾ ഒരു ഉത്തരദായിത്വം ആയിരുന്നു ഞാൻ, എനിക്ക് എൻ്റെ ചേട്ടൻ. വേ മുझसे प्यार करते थे और मेरे प्रति उनका रुख एक സംരക്ഷക की जिम्मेदारी जैसा था. വേ മുझसे प्यार करते थे, അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു, ചേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു. प्यार करते थे और मेरे प्रति उनका रुख शब्द का अर्थ है मनोभाव. रुख एक സംരക്ഷക की जिम्मेदारी जैसा था, ഒരു സംരക്ഷകന്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം എന്നിൽ കാണിച്ചിരുന്നത്. അതായത് ചേട്ടൻ വളരെ കെയർ ആയിരുന്നു തൻ്റെ അനിയൻ്റെ പ്രതി. സബ് ഗേൽത്തെ और मेम छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते. സബ് ഗേൾത്തെ എല്ലാവരും കളിക്കുമായിരുന്നു. ഓർ മെയിം ചോട്ടാ ഹോനേക്കെ കാരണം, ഞാൻ ചെറുതായത് കാരണം, അഖേല പടിജാത്ത ഒറ്റയ്ക്കാകപ്പെടും. തോ ഭായി ആക്കർ മേരി മദത് കർത്തെ, അപ്പോൾ ചേട്ടൻ വന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തരും. जोड़ी और पाली वाले कई गेलों में वे मुझे अपनी पाली में शामिल कर लेते थे. ചിലപ്പോൾ നമ്മൾ ജോഡി ആയിട്ടുള്ള കളികളായിരിക്കും കളിക്കുക, അല്ലെങ്കിൽ ടീമായിട്ടുള്ള കളികളായിരിക്കും കളിക്കുക. ആ സമയത്തെല്ലാം ചേട്ടൻ എന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കും. അതുകൂടാതെ ഏതെങ്കിലുമൊക്കെ ടീമിൽ ചേട്ടൻ്റെ കൂടെ തന്നെ എന്നെയും ചേർക്കുമായിരുന്നു. कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का ഖത്തറ നഹിം ഉഡാന ചാത്താത. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ്റെ ഗ്രൂപ്പിലായത് കാരണം മറ്റുള്ള ആൺകുട്ടികളെ എന്നെ തോൽപ്പിക്കും എന്നുള്ള ഭയം. ഖത്തറ ആപത്ത്. ഖത്തറ നഹിം ഉഡന ചാത്താത. അക്സർ ഭായി മേരി വജഹ് സേ ഹി ഹാർത്തെ. ചില സമയങ്ങളിൽ ചേട്ടൻ ഞാൻ കാരണം തോൽക്കപ്പെടും കളികളിൽ. ഫിർ വേ മുझसे കബി കുച്ച് നഹിം കഹത്തെ थे. എന്നിരുന്നാലും അങ്ങനെ തോറ്റാലും എന്നെ ചേട്ടൻ ഒന്നും തന്നെ പറയുമായിരുന്നില്ല. മേ ജിമ്മേദാരി ദാ और वह उसे നിഭാനെ ചാഹത്തെ थे. അദ്ദേഹം എന്നെ വളരെയധികം കെയർ ചെയ്തിരുന്നു. जहाँ तक मुझे याद है उन्होंने कभी मुझे नहीं मारा. അദ്ദേഹം ഇതുവരയ്ക്കും എന്നെ അടിച്ചിട്ടേ ഇല്ല. ഒരു കാര്യത്തിനും അദ്ദേഹം എന്നെ അടിച്ചിട്ടില്ല. जो कुछ मैं बताते जा रहा हूँ उसका संबंध भाई और मुझसे ही है. जो कुछ मैं बताते जा रहा हूँ, ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉസ്കാ സംബന്ധ ഭായി ഓർ മുझसे है, ഞാനും എൻ്റെ ചേട്ടനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും ദൃഢമായിരുന്നു. यहाँ भाई और बड़ा भाई और छोटा भाई के बीच का संबंध को कहानीकार ने व्यक्त किया है. बड़े भाई अपने छोटे भाई के प्रति बहुत ख्याल रहते थे. किसी खेल में अपने छोटे भाई को अपनी पाली में शामिल कराते ताकि दूसरे लड़के उन्हें हरा न
बड़ा भाई और छोटा भाई के बीच का यह संबंध आगे बढ़ने लगा, लेकिन छोटा भाई अपने बड़ा भाई के प्रति उसका संबंध बहुत शिथिल था। लेकिन बड़ा भाई अपने छोटा भाई को किसी न किसी कार्य के लिए मदद करते रहा। ऐसे होने के समय उनके बीच में एक घटना हुई। ये घटना को इस അനുച്ഛേദ വ്യക്തി किया है। അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയാൻ പോകുന്നത് ചേട്ടനും അനിയൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കും. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती और अक्सर स्मृति में ऐसी घटना ഇങ്ങനെയൊരു സംഭവം जो जीवन भर आपका साथ नहीं छोड़ती. അപ്പോൾ അത് ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. और अक्सर स्मृति में അത് ഓർമ്മയിലാണ് ആ സംഭവം. എന്നിരുന്നാലും ബീച്ച് മെയും കഹീം അചാനക് സുലഗ്നെ ലഗ്തി ഹെ. എന്നിരുന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ മനസ്സിൽ ആ ഓർമ്മ ഉണർന്നുകൊണ്ടേയിരിക്കും. സുലഗ്ന ഉണരുക, തെളിയുക എന്നൊക്കെയാണ്. കിസി അങ്കാരോം കി തരഹ്, ഒരു തീക്കനൽ പോലെ ആ ഓർമ്മ എൻ്റെ മനസ്സിൽ ഉണരും. उस दिन यह कि मैं भाई के साथ खेलने गया. ആ ദിവസം, ആ സംഭവം നടന്ന ദിവസം ഞാൻ ചേട്ടൻ്റെ കൂടെ കളിക്കാൻ തയ്യാറായി. ഖേൽനെ ഗയ പോയി. ഉസ് ദിൻ ബാരിഷ് ഹോ ചുക്കി തി, അന്ന് മഴ പെയ്തിരുന്നു. और शाम की ऐसी धूप फैली हुई थी, എന്നാൽ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഒരു വെയിൽ വന്നു. ധൂപ് ഫൈലി ഹുയി തി, വെയിൽ വ്യാപിച്ചിരുന്നു. ജോ ശരീരമേ ഉല്ലാസ് ഭരാ കർത്തി ഹെ, അപ്പോൾ ആ വെയിൽ ശരീരത്തിന് ഒരു ഉല്ലാസം തന്നിരുന്നു. ഏസേമേയും കോയി ഭി ഗേൽ ഹുവാ തേസ് ഗതിമയ ഒരു സമോഹ ഹോ ജാത്താ ഹെ. അപ്പോൾ കളിക്കാനുള്ള ഒരു ഉന്മേഷവും ആവേശവും ഒക്കെ അത് കാരണം കിട്ടി. അടുത്ത പാരഗ്രാഫ്. സബി ലടുക്കെ ഗഡ്ബൽ ഗേൽ രഹേദെ. എല്ലാ കുട്ടികളും കോല് കൊണ്ടുള്ള ഒരു കളിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. ലക്കടിക്ക് ചോട്ടി ടണ്ടിയാം, അതായത് തടികളുള്ള ചെറിയ ചെറിയ വടികൾ. ഹർ ലടുക്കെ പാസ് ദി, എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടായിരുന്നു. പൂരി താക്കത്ത് ശക്തി, പൂരി താക്കത്ത് സെ ഗഡ്ബൽ കോ ജമീൻ പർ, ആ വടികൾ മുഴുവൻ ശക്തി കൊണ്ടും ജമീൻ ഭൂമിയിൽ ആഗേക്ക് ഓർ ഗതി ദേത്തെ ഹുയെ സീതെ മാര ജാ രഹാദ. അപ്പം പരസ്പരം ഒരു വടി കൊണ്ടുള്ള അടിച്ച് കളിക്കുകയായിരുന്നു. വടി കൊണ്ടുള്ള കളിയായിരുന്നു അത്. ताकत और संवेग से नम धरती पर गिरा हुआ गडबल गुलाटियां घाते हुए बहुत दूर तक जाता था. അപ്പം മഴ പെയ്ത് ഇളക്കമുള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ കളിച്ച സമയത്ത് ഒരു കോല് ദൂരെ തെറിച്ചുപോയി. ഗുലാട്ടിയാം ഗാത്തെ ഹുയെ ബഹത്ത് ദൂർ തക്ക് ജാത്താ താ, മുജ്സെ നാ ഇത്നി താക്കത്ത് ദി, എന്നാൽ എനിക്ക് ഇത്രയും ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. മേം ഇത്തന ബഡാ ദാ കി ഗഡ്ബൽ ഉൻകി ദൂർ തക്ക് പഹുഞ്ചാത്ത. ഈ മുജുമയും നാ ഇത്തിനി താക്കത്ത് ദി, എനിക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. ശക്തിയോടുകൂടി അടിക്കാനും എനിക്ക് കഴിവില്ലായിരുന്നു. കാരണം ഞാൻ പ്രായത്തിൽ ചെറിയവനാണ്, എനിക്ക് ശക്തിയില്ല എന്നുള്ള കാര്യം അനിയൻ ചിന്തിക്കുക എന്നതാണ് ഈ കാര്യം. നാ മെയും ഇത്തന ബഡാദാക്കി ഗഡ്ബൽ ഉത്തിനി ദൂർ തക്ക് പഹുഞ്ചാത്ത. അതുമാത്രമല്ല ഈ വടിയെ അത്രയും ദൂരെ അടിച്ചിടാനുള്ള കഴിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ജബ്കി വഹാം ഏക്ക് ഹോഡ് ഏക്ക് പ്രതിദ്വന്ദ്വിത ശുരു ഹോ ചുക്കി ദി. ആ സമയത്ത് അവിടെ ഒരു മത്സരമുണ്ടായി, പരസ്പരം ഒരു ഏറ്റുമുട്ടലുണ്ടായി. കോയി ഭി ഹാർന നഹിം ചാഹത്താ, ആരും തന്നെ തോൽക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ജയിക്കണം എന്നുള്ളൊരു മോഹം മാത്രമായിരുന്നു. യഹ് ഏക്ക് ഐസാ ഗേലത, ഇത് അങ്ങനത്തെ ഒരു കളിയായിരുന്നു.
जिसमें कोई പാലി नहीं होती, कोई किसी का जोड़ीदार नहीं होती. അപ്പോൾ ഇപ്പോൾ ഒരു മത്സരമായിട്ട് അത് മാറി. ആ മത്സരത്തിൽ പരസ്പരം ജോഡി ഉണ്ടായിരുന്നില്ല, ടീം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഒരു മത്സരം പോലെ ആയിട്ട് മാറി ആ കളി. ഹർ കോയി അപ്പനി അഖേലി ക്ഷമത സെ ലഡ്താ ഹെ. എല്ലാവരും അവരവരുടെ ഒറ്റയ്ക്കുള്ള കഴിവ് കൊണ്ട് പൊരുതുകയാണ്. ലഡ്താ ഹെ, ലഡ്ന പൊരുതുക. ഭായി ബി ഉസ് ഗേൽ മെയ് ഡൂബ് ഗേദ്. ചേട്ടനും ആ കളിയിൽ മുഴുകിയിരുന്നു. ബേ കൈ ബാർ പിച്ചഡ് രഹേദ്. ചേട്ടൻ പല സമയത്തും പുറകിലോട്ടായിപ്പോയി ഈ കളിയിൽ. ഇസ്ലിയെ ഗുസ്സെ ഓർ തനാവ് മെയും और ज़्यादा ताकत से ഗഡ്ബൽ ഫേങ്ക് രഹേദ്. അത് കാരണം ചേട്ടൻ കുറച്ച് പുറകിലോട്ടായത് കാരണം ചേട്ടൻ്റെ മനസ്സിൽ ദേഷ്യവും ഗുസ്സ ദേഷ്യം, ഒരു തനാവ് ടെൻഷൻ, മെയും ഉസ് ജ്യാദ താക്കത്ത് വളരെ ശക്തിയോടുകൂടി, താക്കത്ത് ശബ്ദക്കാർത്ത ശക്തി, സേ ഗഡ്ബൽ ഗേൽ രഹേദ്. അപ്പം വടികൊണ്ടുള്ള ആ കളി വളരെ ശക്തിയോടുകൂടി കളിക്കുകയായിരുന്നു. വേ മുജെ ഫൂൾ ചുക്കേത്. അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിയോടുകൂടി എല്ലാവരും കളിക്കുന്നത് കാരണം ചേട്ടൻ ഒരു നിമിഷം എന്നെ മറന്നുപോയി. വേ മുജെ ഫൂൾ ചുക്കേത്, എന്നെ മറന്നുപോയി. ഓർ മെയിം അകേല ചൂട്ട് ഗയാദ. അപ്പം എന്നെ ഒറ്റയ്ക്കാക്കി, ഞാൻ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയി. ചഹു വർഷ പീച്ചെ, 6 വയസ്സിന് പുറകെയായിപ്പോൾ, 6 വർഷത്തിന് പുറകിലായിപ്പോൾ എന്ന് വെച്ചാൽ 6 വയസ്സിന് പുറകിലായത് കാരണം ഞാൻ പുറകിലായിപ്പോയി. ചേട്ടൻ എന്നെ ശ്രദ്ധിച്ചില്ല. ചേട്ടൻ തൻ്റെ പ്രായക്കാരോടൊപ്പം തന്നെ കളിക്കാൻ തുടങ്ങി, എന്നെ കൂട്ടിയില്ല എന്നാണ്, എന്നെ ശ്രദ്ധിച്ചില്ല. ഇപ്പം കളി പലരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ടീമായിട്ടല്ല, ജോഡിയായിട്ടല്ല, പരസ്പരം ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോഴുള്ള കളി. उस दिन उस गेल में शामिल होने के लिए मुझे 6 വർഷവും की दूरी പാർ करनी पड़ती थी. അന്നത്തെ കളിയിൽ എനിക്ക് അവരുടെ കൂടെ, അതായത് ചേട്ടൻ്റെയും ചേട്ടൻ്റെ കൂട്ടുകാരുടെ കൂടെയും കളിക്കുന്നതിന് വേണ്ടി എനിക്കൊരു 6 വർഷം മുന്നോട്ട് കടക്കണമായിരുന്നു. ജോ മെയും നെഹിം കർ സക്താദ. എന്നാൽ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ അവരെക്കാളും 6 വയസ്സിന് പുറകിലാണ്, ചെറിയവനാണ്. അതുകൊണ്ട് അവരുടെ അത്ര ശക്തിയും കഴിവും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭായി ജീത്തിനെ ലഗേദെ. അവസാനം ചേട്ടൻ ജയിച്ചു. ഭായി ജീത്തിനെ ലഗേദെ. ഉൻകാ ചെഹര ഖുഷി ഓർ ഉത്തേജന മെയും ദഹക് രഹാദ. അദ്ദേഹത്തിൻ്റെ മുഖം, അതായത് ചേട്ടൻ്റെ മുഖം സന്തോഷം കൊണ്ട്, കളിയിൽ ജയിച്ചത് കാരണം സന്തോഷം കൊണ്ട് ഉത്തേജിതനായി. ഉനോനെ ഏക് ബാർ ഭി മേരി ഓർ നെഹിം ദേഖ. അദ്ദേഹം ഒരു പ്രാവശ്യം പോലും എന്നെ ശ്രദ്ധിച്ചില്ല. വേ മുജെ പൂരി തരവ് ഫൂൾ ചുക്കേതേ. അദ്ദേഹം എന്നെ പൂർണ്ണമായും മറന്നു പോയിരിക്കുന്നു. മുജെ പെഹലി ബാർ യഹ് ലഗാക്കി മെയും വഹാ കഹി നെഹിം ഹും. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് മനസ്സിലായി, മുജെ പെഹലി ബാർ, എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. യഹ് ലഗാക്കി മെയും വഹാ കഹി നെഹിം ഹും. ഞാൻ ഇവിടെ ഒന്നുമില്ല, അതായത് ഇവരുടെ കളിയിൽ ഞാനില്ല, ചേട്ടൻ്റെ കളിയിൽ, ഇന്നത്തെ കളിയിൽ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. दोस्तों, इस कहानी का आधा भाग हमने पढ़ चुका है. കൂട്ടുകാരെ, നമ്മൾ ഈ കഥയുടെ ഒരു പകുതി ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇതിലുള്ള ഭാഗത്ത് നടന്ന ആ സംഭവം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ സംഭവം എന്താണെന്നും ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത് ലേഖകൻ ഒരു ആത്മകഥാത്മക ശൈലിയിലാണ് വ്യക്തമാക്കുന്നത്. ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. दोस्तों, आज हम इस अपराध कहानी का आधा भाग पढ़ चुकी हैं. अगली भाग हम एक अगली कक्षा में हम पढ़ेगी. इस कहानी में उदय प्रकाश जी बड़ा भाई और छोटा भाई के बीच में हुई घटना का चित्रण किया है. बड़ा भाई अपने छोटा भाई को बहुत अधिक चाहता है. जिंदगी पर अपने साथ ले जाने के लिए बड़ा भाई तैयार है,
लेकिन छोटा भाई अपना बड़ा भाई के प्रति उतना लगाव नहीं करते थे। सभी दोस्तों को आज की कक्षा समझ लिया होगा। अगली कक्षा में हम मिलेंगे। കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ കഥയുടെ പകുതി ഭാഗം മനസ്സിലായി കാണും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഈ കഥയുടെ ബാക്കി ഭാഗവുമായി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.